നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ പത്തിക്കടിക്കുന്ന നീക്കവുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുടെ നീക്കത്തിൽ വിറച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടവും ഇറാൻ റവല്യൂഷണറി ഗാർഡും. സാമ്പത്തിക ഉപരോധത്തിൽ ഇറാനെ ഇട്ട് പൂട്ടാനാണ് ട്രംപ് ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇതോടുകൂടി വിറളി പിടിച്ച ഇറാൻ ചാടി ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്കയോട് വലിയ വെല്ലുവിളി. ഞങ്ങൾക്കെതിരെ സാമ്പത്തിക ഉപരോധവുമായി മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണവും അമേരിക്കയുടെ എണ്ണക്കപ്പലുകൾ ഇനി ഒരിടത്തേക്കും ചലിപ്പിക്കാത്ത വിധം പൂട്ടിയിടും എന്നൊക്കെയാണ് ഇറാന്റെ വെല്ലുവിളി. അതായത് ഹോർമുസിലും മറ്റ് കടലിടുക്കുകളിലേക്കുമൊക്കെ ഞങ്ങൾ ഇരച്ചിറങ്ങും, ഞങ്ങളുടെ പ്രോക്സികളെ ഇരച്ചിറക്കും എന്നാണ് IRGCയുടെ വെല്ലുവിളി. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ ഭരണകൂടം കടന്നു പോകുന്നത്. ആ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുന്നു. എന്നാൽ ഇപ്പോഴും യുദ്ധം എന്ന ഒരൊറ്റ പിടിവാശിയിൽ നിൽക്കുകയാണ് IRGC. ഭരണകൂടം സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുന്നുണ്ടെങ്കിലും IRGC എന്ന സേനയാണ് യുദ്ധത്തിന് കോപ്പുകൂട്ടി നിൽക്കുന്നത്. അമേരിക്കയെയും അറബ് രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലേക്ക് തള്ളിയിടാൻ ഇറാനുള്ള പിടിവള്ളികളാണ് ഹോർമുസും ചെങ്കടലും ബാബേൽ മന്ദബുമൊക്കെ. ഇവിടങ്ങളിൽ ഇറാൻ സൈന്യവും അതുപോലെ തന്നെ പ്രോക്സികൾ, പ്രത്യേകിച്ച് ഹൂതി വിമതരെയൊക്കെ ഇറക്കി കപ്പലുകൾ ആക്രമിക്കാനാണ് ഇറാൻ കോപ്പുകൂട്ടുന്നത്. ഞങ്ങൾക്ക് നേരെയുള്ള സാമ്പത്തിക ഉപരോധം കടുപ്പിക്കാനാണ് ട്രംപിന്റെ നീക്കമെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഞങ്ങൾ കടലിടുക്കുകളിൽ പിടിമുറുക്കും എന്നാണ് IRGC വെല്ലുവിളിക്കുന്നത്. എന്നാൽ ഇറാന് നേരെയുള്ള നീക്കത്തിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്കില്ല എന്ന് കടുപ്പിച്ച് ഡൊണാൾഡ് ട്രംപും നിൽക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാന്റെ നട്ടലൊടിക്കാനാണ് US-ന്റെ തീരുമാനം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള 6ാം മാസത്തിലേക്ക് കടന്ന യുദ്ധവും കടുത്ത സാമ്പത്തിക നീക്കങ്ങളും പശ്ചിമേഷ്യയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനെതിരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക D-Day ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാൻ US ട്രഷറി ഒരുങ്ങുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇതോടെ അമേരിക്ക പുറത്തെടുക്കുന്നത്. ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ US നേവി ഉപരോധം ശക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം ശക്തമാക്കുന്നതിനായി US തങ്ങളുടെ പ്രമുഖ വിമാനവാഹിനി കപ്പലായ USS ജോർജ് വാഷിംഗ്ടൺ ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിലേക്ക് വിന്യസിച്ചു. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് US ട്രഷറി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഭീഷണി തള്ളിക്കളഞ്ഞ ഇറാൻ ബദൽ മാർഗങ്ങളുണ്ടെന്ന് വ്യക്തമാക്കി തിരിച്ചടിക്ക് തയ്യാറെടുക്കുകയാണ്. US-നെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങളുടെ എണ്ണ സാമ്പത്തിക താൽപര്യങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമെന്നും തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ആഗോള എണ്ണക്കടത്ത് പൂർണ്ണമായി തടയുമെന്നും ഇറാന്റെ സുരക്ഷാ തലവൻ മൊഹസൈൻ റസായി വെല്ലുവിളിച്ചു. ഇറാനെ സാമ്പത്തികമായി പൂർണ്ണമായും ഒറ്റപ്പെടുത്തുക ലക്ഷ്യമിട്ട് ഏറ്റവും ശക്തമായ ഉപരോധങ്ങൾ അമേരിക്ക പുറത്തെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കടലിടുക്കുകളിൽ ആക്രമണം അഴിച്ചുവിടും എന്നുള്ള ഒരു നയം ഇറാനും പുറത്തെടുക്കുന്നു. ഇതോടുകൂടി ലോകരാജ്യങ്ങൾ ഇപ്പോൾ കടലിടുക്കുകളിൽ കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ എണ്ണ വിൽപ്പന ശൃംഖലകൾ, കറൻസി വിനിമയ കേന്ദ്രങ്ങൾ, ഷിപ്പിംഗ് രജിസ്ട്രികൾ എന്നിവയാണ് ഈ പുതിയ ഉപരോധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് അമേരിക്ക പറയുന്നു. ഇറാന്റെ ക്രൂഡ് ഓയിലും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും ആഗോള വിപണിയിൽ വിൽക്കാനുള്ള കഴിവ് പൂർണ്ണമായി ഇല്ലാതാക്കുക. മാത്രമല്ല, ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളും കമ്പനികളും ആ ബന്ധം ഉപേക്ഷിക്കണമെന്ന് US ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇറാനുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ പുലർത്തുന്ന ഏത് രാജ്യവും സ്ഥാപനവും കടുത്ത അമേരിക്കൻ ഉപരോധ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് US. ഈ സാമ്പത്തിക നീക്കത്തിൽ ഒപ്പം നിൽക്കാൻ അമേരിക്ക തന്റെ സഖ്യകക്ഷികളോടും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചൈന ഈ ഉപരോധങ്ങളെ തള്ളിക്കളയുകയും നയതന്ത്ര ചർച്ചകളാണ് വേണ്ടതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം പാടെ നിലച്ച മട്ടാണ്. ഇത് ലോകരാജ്യങ്ങളുടെ ഇന്ധനവിലയെയും നാണയ പെരുപ്പത്തെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക പ്രഖ്യാപിച്ച ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഇറാനുമായുള്ള യുദ്ധം കൂടുതൽ വഷളാക്കാനും സൈനിക സംഘർഷം ശക്തമാക്കാനും ഇടയാക്കും എന്നാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മാസങ്ങളായി തുടരുന്ന സൈനിക പോരാട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പുതിയ നീക്കം യുദ്ധഗതിയെ കൂടുതൽ സങ്കീർണമാക്കും. ഒന്നാമതായി, ഇറാന്റെ സൈനിക തിരിച്ചടി മുന്നറിയിപ്പ് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം ഒരു രാജ്യത്തിന് നേരെയുള്ളതുമല്ല. ഇറാന്റെ സൈനിക തിരിച്ചടി മുന്നറിയിപ്പ് അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധം ഒരു രാജ്യത്തിന് നേരെയുള്ളത് മാത്രമല്ല, മറിച്ച് എല്ലാ രാജ്യങ്ങൾക്കുമെതിരെയുള്ള
യുദ്ധപ്രഖ്യാപനമാണ് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പുതിയ ഭീഷണികൾക്കെതിരെ തങ്ങളുടെ കര, വ്യോമ, നാവിക, സൈബർ സേനകൾ സജ്ജമാണെന്നും കടുത്ത സൈനിക തിരിച്ചടി നൽകുമെന്നും ഇറാൻ സൈന്യം അമേരിക്കയെ വെല്ലുവിളിക്കുന്നു. രണ്ടാമതായി, ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയും ആഗോള ഇന്ധന യുദ്ധവും. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ ചാനലായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ ഇത് കാരണമാകും.